ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു സുനാമിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. ഒരിക്കലും നിലംപതിക്കില്ല എന്ന് പറഞ്ഞ പല വൻമരങ്ങളും ആ സുനാമിയിൽ നിലംപതിക്കുന്ന കാഴ്ചയ്ക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. ആ വൻമരങ്ങൾ എല്ലാം തന്നെ മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു. അതിൽ എടുത്തു പറയേണ്ട രണ്ടു പേരുകളാണ് പി സരിനും സന്ദീപ് വാര്യരും. സരിൻ CPIM-ലേക്ക് പോയത് വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നുവെങ്കിലും ആ കാലുമാറ്റം കോൺഗ്രസിന് കൂടുതൽ ഗുണം ചെയ്തു. ഒരു സീറ്റിന്റെ പേരിൽ മറുകണ്ഠം ചാടിയത് അധികാരത്തിനോടുള്ള ആർത്തി എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല എന്നതാണ് സത്യം. എന്നാൽ സന്ദീപ് വാര്യർ അങ്ങനെയല്ല BJP വിട്ടത്. നിരന്തരമായ അവഗണന സഹിച്ച് മനമെടുത്താണ് പാർട്ടിക്ക് പുറത്തേക്ക് പോയത്. ചാനൽ ചർച്ചകളിൽ BJPക്ക് പ്രതിരോധം തീർത്തിരുന്ന സന്ദീപിന്റെ ഈ കൂറുമാറ്റം BJP അണികളെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചിരുന്നു. ഏതായാലും ബുദ്ധിപൂർവ്വം നിലപാടെടുത്ത സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയിരിക്കുകയാണ്. പാലക്കാട് BJP കോട്ടകളിൽ വരെ കോൺഗ്രസ് ലീഡ് ഉയർത്തിയതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ റെക്കോർഡ് വിജയത്തിനും സന്ദീപ് വാര്യരുടെ ഈ നിലപാട് ഏറെ ഗുണം ചെയ്തു. ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റുക എന്നതാണ്. ആ വലിയ പദവി കോൺഗ്രസിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സന്ദീപ് വാര്യർക്ക് ലഭിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ചാനൽ ചർച്ചകളിൽ BJPയുടെ ഒരു ചാവേറായി മാത്രം നടന്നിരുന്ന സന്ദീപ് വാര്യരുടെ റേഞ്ച് ഇപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. BJPയിൽ നിന്നപ്പോൾ പോലും സന്ദീപ് വാര്യർക്ക് ലഭിക്കാതിരുന്ന പിന്തുണയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ ആ പിന്തുണ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വലിയ രീതിയിലുള്ള പിന്തുണയാണ് കോൺഗ്രസ് അണികൾ ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് നൽകുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോലും UDFന്റെ പരിപാടികളിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. അനുയായികളുടെ ഈ ചേർത്തുനിർത്തൽ തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി. എന്നിരുന്നാലും അദ്ദേഹത്തിന് ചില സ്ഥാനമാനങ്ങൾ നൽകാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കാൻ ധാരണയായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം സീറ്റിൽ മത്സരിപ്പിക്കും. അങ്ങനെ പാലക്കാട് ജില്ലയിലെ സ്റ്റാർ ക്യാമ്പയിനറായി സന്ദീപ് വാര്യരെ മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഭിന്നിപ്പിന്റെയും വർഗീയതയുടെയും കുപ്പായമഴിച്ചു വെച്ച് മതേതരത്വത്തിന്റെ പാതയിലെത്തിയ സന്ദീപ് വാര്യർക്ക് ഇതിലും വലിയൊരു അംഗീകാരം ഒരിക്കലും ലഭിക്കാനിടയില്ല.